സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ പാകിസ്ഥാൻ ഭയക്കുന്നത് എന്തുകൊണ്ട്? ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഇന്ത്യയെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാന് എങ്ങനെ ധൈര്യം വന്നു? പാകിസ്ഥാൻ നേതാക്കളുടെ വെല്ലുവിളികൾ കേൾക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും നിർണായകമായ നയതന്ത്ര നാഴികക്കല്ലുകളിൽ ഒന്നായ 1960 സിന്ധു നദീജല ഉടമ്പടിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എക്കാലത്തെയും വലിയ യുദ്ധപ്രതീതിയിലേക്ക് നീങ്ങുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ പൂർണ്ണമായും വിശ്വസനീയമായ രീതിയിൽ പിൻവലിക്കുന്നതുവരെ ജലക്കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതാണ് നിലവിലെ വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ലെന്ന് കർശനമായ നിലപാടിലേക്ക് ഡൽഹി എത്തിയത്. കരാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. ഇതോടെ പതിറ്റാണ്ടുകളായി തങ്ങൾ ആസ്വദിച്ചിരുന്ന അനിയന്ത്രിതമായ ജലലഭ്യത തടസ്സപ്പെടുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഉന്നത ഭരണാധികാരികളിൽ നിന്നും സൈനിക നേതൃത്വത്തിൽ നിന്നും ഇന്ത്യക്കെതിരെ പ്രകോപനപരവും അതിശക്തവുമായ യുദ്ധഭീഷണികളാണ് ഉയർന്നു വരുന്നത്. പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക് അന്താരാഷ്ട്ര വേദികളെ സാക്ഷി നിർത്തി നടത്തിയ ഒരു പ്രസ്താവന ഈ തർക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് ലഭിക്കേണ്ട ജലവിഹിതത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കുകയോ അത് തടയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരുടെ കൈകൾ വെട്ടിക്കളയുമെന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത്. ഒരു അയൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്ന ടാപ്പിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് പൂർണ്ണമായി നിർത്തുമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നീതിയല്ലെന്നും മുകളിലുള്ള നദീതീര രാജ്യങ്ങൾക്ക് താഴെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ജലപ്രവാഹം തടയാൻ അവകാശമില്ലെന്നും അദ്ദേഹം വാദിച്ചു. ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഇൻഫോർമേഷൻ മന്ത്രി അത്തൗല തരാറും പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫും സമാനമായ യുദ്ധപ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തി. തങ്ങളുടെ സുരക്ഷ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും അതിനു നേരെ ഭീഷണി ഉണ്ടാക്കുന്ന നിമിഷം പാകിസ്ഥാൻ ഇന്ത്യയുമായി ഒരു പൂർണ്ണ യുദ്ധത്തിന് മടിക്കില്ലെന്നുമാണ് പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും ഈ വിഷയത്തെ തങ്ങളുടെ ചുവന്ന വരയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായ ബിലാവൽ ഭൂട്ടോ സർദാരിയും ഇതേ ഇന്ത്യ വിരുദ്ധ വികാരം പങ്കുവച്ചതോടെ പാകിസ്ഥാനിലെ സമ്പൂർണ്ണ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കത്തിൽ എത്രത്തോളം അസ്വസ്ഥരാണെന്ന് വ്യക്തമായി. മുൻകാലങ്ങളിൽ പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങിയിരുന്നെങ്കിൽ ഇന്നത്തെ നയതന്ത്ര സാഹചര്യം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ജലക്കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ അണക്കെട്ടുകളോ മറ്റ് ജലവൈദ്യുത പദ്ധതികളോ നിർമ്മിക്കാൻ പാകിസ്ഥാന്റെ അനുമതിയോ അവരുടെ ഡിസൈൻ നിർദ്ദേശങ്ങളോ പാലിക്കാൻ ഡൽഹിന് ബാധ്യസ്ഥരല്ല. ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ നദികളിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഇതിനകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നിലവിൽ സിന്ധു നദീതടത്തിന്റെ ഭാഗമായി 17 വൻകിട ജലപാത പദ്ധതികളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെനാബ് ബിയാസ് ലിങ്ക് ടണൽ പദ്ധതി. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ചെനാബ് നദിയിൽ നിന്നും പ്രതിവർഷം 1.9 ദശലക്ഷം ഏക്കർ അടി വെള്ളമാണ് ഇന്ത്യയുടെ സ്വന്തം ബിയാസ് നദിയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുക. ഇതുവഴി പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോകേണ്ട വലിയൊരു ശതമാനം വെള്ളം ഇന്ത്യയിലെ കർഷകർക്കും ഊർജ്ജ ഉൽപാദനത്തിനുമായി മാറ്റിവെക്കാൻ ഭാരതത്തിന് സാധിക്കും. അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതിയിൽ പാകിസ്ഥാനെതിരെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ തങ്ങളുടെ പരമാധികാരം ഉപയോഗിച്ച് ശക്തമായി മുന്നോട്ടു പോവുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പണം നൽകുകയും അതേസമയം ഇന്ത്യയുടെ കാരുണ്യത്തിൽ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനുള്ള കടുത്ത മറുപടിയാണ് ഇന്ത്യയുടെ പുതിയ വാട്ടർ ഡിപ്ലോമസി. ഭീഷണികൾക്കപ്പുറം ഈ ജലയുദ്ധം ദക്ഷിണേഷ്യൻ ഭൂപ്രദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.